ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻകറി റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിന്ന് മങ്കട മീനാണ് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ മീന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ട് വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറിലോട്ട് ആവുന്നത്ര നേരം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയുടെ ഇലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഇഞ്ചിയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്താൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം ഈ മീൻകറിക്ക്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും നന്നായിട്ട് ഈ പൊടികളെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൂടെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന പൊടികളെല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഈ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടാണ്. ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ. ഇനി നമുക്ക് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മങ്കട മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. നല്ല മീനാണ്. മങ്കട വറക്കാനായാലും കറി വെക്കാനായാലും നല്ല മീനാണ്. ഇപ്പോൾ കിട്ടുവാണെങ്കിൽ മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ. മീനിൻ്റെ പീസസ് എല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കഷ്ണങ്ങളെല്ലാം ആ ചാറിനകത്തോട്ട് നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ചാറെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി ആവശ്യത്തിനുള്ള ഗ്രേവിയിലായിട്ട് വരുന്ന സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം. പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ അടച്ചു കൊടുത്തിട്ട് ഞാനിതൊന്നുകൂടി ഇച്ചിരി ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മങ്കട മീൻകറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണേ. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.